നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2013 തുടക്കത്തിൽ തന്നെ രാജ്യത്ത് UPA സർക്കാർ, അതായത് മൻമോഹൻ സിംഗിന്റെ രണ്ടാം UPA സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണം. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിലേക്ക് എത്തണം എന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ച അന്നത്തെ ദേശീയ അധ്യക്ഷനായ രാജ്നാഥ് സിംഗ് ആണ് നരേന്ദ്രമോദിയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കാൻ തയ്യാറായത്. വാസ്തവത്തിൽ അതിനു മുമ്പ് LK അദ്വാനി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വലിയ തോതിൽ പ്രചാരം നേടി മുന്നോട്ട് പോകുമ്പോൾ BJP തകർന്നടിയാണ് ചെയ്തത്. കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കി 2009 വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. വാസ്തവത്തിൽ ഇന്ന് ജനങ്ങൾ മൻമോഹൻ സിംഗ് വിടവാങ്ങുമ്പോൾ അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക നയങ്ങൾ എത്രത്തോളം രാജ്യത്തിൻ്റെ വിഭിന്നമായ മേഖലകളിൽ സമാനതകളില്ലാത്ത ആഴത്തിലേക്ക് ഇറങ്ങി പതിച്ചു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം കർമ്മനിരതയോടെ അദ്ദേഹം നടപ്പിലാക്കി, അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഏറ്റെടുക്കാൻ ശ്രമിച്ചില്ലായിരുന്നു എന്ന തിരിച്ചറിവ് രാജ്നാഥ് സിംഗിനടക്കമുണ്ടായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ പേര് അന്ന് നിർദ്ദേശിച്ചത് തെറ്റായിപ്പോയി എന്ന് സ്വയം തോന്നുന്ന നിമിഷത്തിലേക്ക് രാജ്നാഥ് സിംഗ് എത്തുകയാണ്. നരേന്ദ്രമോദിയുടെ വലംകൈയായി അമിത്ഷായെ വലിയ തോതിൽ പൊക്കിക്കൊണ്ടുവരുമ്പോൾ രാജ്നാഥ് സിംഗ് സ്വയം ഇളിഭ്യനാവുകയാണ് ചെയ്തത്. മന്ത്രിസ്ഥാനത്ത് രണ്ടാമനാണെങ്കിൽ പോലും രാജ്നാഥ് സിംഗിനെ ഒരു മൂലക്കിരുത്തി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് BJPക്കുള്ളിൽ ശുദ്ധികലശം നടത്തുന്ന ഒരു വേളയിൽ സുഷമ സ്വരാജ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞു, BJP 2 നേതാക്കളുടെ കൈവശം അകപ്പെട്ടിരിക്കുന്നു, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ അതിശക്തമായി ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് വീണ്ടും വീണ്ടും ഇപ്പോൾ BJPയുടെ കോർ കമ്മിറ്റിയിൽ അതിസ്പഷ്ടമായി വന്നിരിക്കുന്നു. സമാനതകളില്ലാത്ത രീതിയിൽ BJP കേന്ദ്ര നേതൃത്വം ഒരു തിരുത്തൽ ശക്തി എന്ന രീതിയിൽ ഗഡ്കരിയും രാജ്നാഥ് സിംഗും ശക്തമായി തന്നെ ഇതിന് ഒരു അറുതി വേണമെന്ന് പ്രഖ്യാപിക്കുന്നു. 75 വയസ്സ് തികയും മുമ്പേ മോദിയെ അടിച്ചിറക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. അതിനേക്കാൾ ഉപരിയായി അമിത്ഷായെ രാജിവെപ്പിക്കുക എന്നുള്ള നിർദ്ദേശം കൂടി അതിനകത്ത് പ്രകടമാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രാജ്നാഥ് സിംഗിനെ കൃത്യമായി മാറ്റാൻ ഒരു വേള മോദി ശ്രമിച്ചിരുന്നു അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം എന്നുള്ളത് കൂടി അവിടെ പ്രകടമായി കാണുന്ന ഒരു കാര്യമാണ്. അമിത്ഷായുടെ തന്ത്രങ്ങൾ ഭരിക്കാൻ ഏതറ്റം വരെയും സ്വന്തം പാർട്ടിക്കകത്ത് കുളം തോണ്ടുന്ന രാഷ്ട്രീയ നടപടികൾ മുൻപും കൈക്കൊണ്ടിട്ടുണ്ട്. ഗുജറാത്തിലെ വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ജസ്റ്റിസ് RM ലോധ ഉൾപ്പെടെയുള്ളവർ എടുത്ത കാർക്കശ്യത്തോടെയുള്ള തീരുമാനങ്ങൾ വീണ്ടും ചിദംബരം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് അമിത്ഷായെ ജയിലിലടച്ചത് എന്നുള്ളത് ഓർമ്മ വേണം എന്നുള്ളത് വീണ്ടും കോൺഗ്രസ് ശക്തമായി പറയുമ്പോൾ ഗഡ്കരി അത് തന്നെ ഉയർത്തിപ്പിടിച്ചു വരുമ്പോൾ മുട്ടിടിക്കുകയാണ് മോദിക്ക്.